ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. അതിന് ഞാനവിടെ ടിൽഡേരെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തത്. ഇത് ഗൾഫിലൊക്കെ കിട്ടുന്നുണ്ട്, ബ്രാൻഡിന് നാട്ടിൽ കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല സോഫ്റ്റ് റൈസാണ് കേട്ടോ, ബിരിയാണിക്കെല്ലാം സൂപ്പറാണ്. നമ്മൾ നന്നായി ഒന്ന് 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ, കൂടുതൽ വെക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് അതൊന്ന് ലാസ്റ്റ് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഈ ടൈമിൽ നമ്മൾ ചിക്കൻ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ 7 സവാളയാണ് എടുത്തത്, 2 വലിയ തക്കാളി, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവുള്ള പച്ചമുളകാണ്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 1 കിലോ 20 ഗ്രാമിൻ്റെ ചിക്കനാണ് കേട്ടോ ഈ ബിരിയാണിക്ക് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ഇനി അതൊരു കടായി എടുത്ത് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഈ കട്ട് ചെയ്ത സവാള എല്ലാം ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനത് കടായി ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ വലിയത് എടുത്തോട്ടോ, അതിൽ തികയില്ലാന്ന് തോന്നി എനിക്ക്. ഇനി എല്ലാ സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം നമ്മൾക്കിതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ, ഇതും കൂടി ഇട്ടൊന്ന് അതിൻ്റെ സ്മെല്ലും മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 4 പച്ചമുളക് ഒരു സൈഡ് കീറിയതാണ് കേട്ടോ, അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ചിക്കൻ ബിരിയാണി മസാലയാണ് ഇടുന്നത്. അതുകൂടി ഇട്ടൊന്ന് ഒരു 30 സെക്കൻഡ് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, മുളകോ മല്ലിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ചിക്കൻ ബിരിയാണി മസാല മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 കട്ട് ചെയ്ത തക്കാളിയില്ലേ അതുകൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്യാമെന്ന്. ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് നാരങ്ങ നീര് കൂടി ഇട്ട് പിന്നെ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ചിക്കൻ കൂടി ഇട്ടിട്ട്. സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ, അധികം മസാലയൊന്നുമില്ല. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂണ് തൈരാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്, അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുന്നുണ്ട്, ഇനി കുറച്ചുകൂടി വേവാനുണ്ട്. ആ ടൈമിൽ നമ്മൾക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. ഇത് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇവിടെ ഞാനൊരു വലിയ കടായി എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 5 കപ്പ് റൈസിന് 9 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഓൾ സ്പൈസസ് ആഡ് ചെയ്യാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ചെറിയ ജീരകം, കുരുമുളക്, ബേ ലീഫ്, പുതിനയില ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിനാണത്. പിന്നെ കുറച്ച് ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ 6-7 മിനിറ്റ് മാത്രമാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. അത്രയാകുമ്പോഴത്തേക്ക് തന്നെ നല്ല വെന്ത് വരുന്നുണ്ട്. 90% ആണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തത്, കണ്ടില്ലേ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കിതിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂണ് നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി ആദ്യം അണ്ടിപ്പരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കിസ്മിസും ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതൊന്ന്
പിന്നെ ഞാനൊരു സവാളയാണ് കേട്ടോ അത്, ഈ സവാള കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാസ്റ്റ് ദം ചെയ്യുമ്പോൾ ഞാൻ അധികം എടുക്കാറില്ല സവാള, ഇത്രേ എടുക്കാറുള്ളൂ. നമുക്ക് വേറൊരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത റൈസില്ലേ അത് ഇടാം ഫസ്റ്റ്. ഓരോ ലെയറായിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് റൈസ്, പിന്നെ ചിക്കൻ, അങ്ങനെ ആയിട്ടാണ് കേട്ടോ. ഇനി ചോറിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ചിക്കൻ വേവിച്ചല്ലേ അത് ഇടാം കേട്ടോ. പിന്നെ അതിൻ്റെ മേലേക്ക് അതിൽ നമ്മൾ റൈസ് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ പാല്, കുങ്കുമപ്പൂ മിക്സ് ചെയ്തതാണ് കേട്ടോ. അതിട്ട് പിന്നെ റോസ് വാട്ടർ, പിന്നെ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്കാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത കിസ്മിസ്, അണ്ടിപ്പരിപ്പും സവാളയൊക്കെ ഇല്ല അത് ഇടുന്നുണ്ട്. പിന്നെ പുതിനയില, മല്ലിയില കൂടി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു 7-8 മിനിറ്റ് ഒന്ന് ദം ചെയ്ത് വെക്കാം കേട്ടോ. കൂടുതൽ വെക്കണമെന്നില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് ദം ചെയ്യാം. കണ്ടില്ലേ, ഇത് നമ്മൾക്ക് എന്നിട്ട് ദം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ മിനിമം വെക്കണം കേട്ടോ, ഓപ്പൺ ചെയ്യാതെ. അത് കഴിഞ്ഞ ശേഷമാണ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് പ്ലേറ്റ് എടുത്തൊന്ന് സെർവ് ചെയ്യാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.